ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാനതിൽ 2 കമൻറ്റ് കണ്ടു. ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നത് 2 കമൻറ്റ് ഇട്ടേക്കുന്നത്. ചേച്ചി, ആ പർപ്പിൾ കുപ്പി എന്താണ് എന്ന് ചോദിച്ചിട്ട്. അത് വേറെ ഒന്നുമല്ല, സെറാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഒരു കുഞ്ഞൊരു വീഡിയോ ഇടാം. എന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യമേ നമ്മളെല്ലാവരും ചെയ്യുന്ന കണക്ക് തന്നെ ഉറക്കഴിഞ്ഞ് മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം നമ്മൾ ക്ലീൻ ചെയ്യണം. അത് നമ്മൾ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫേസ് വാഷ്, ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫേസ് വാഷ്. ഇപ്പം നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള നമ്മുടെ ഫേസ് വാഷ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, രാവിലെ ഉപയോഗിക്കുന്നത് അതല്ല, ആ സെറം അല്ല, ഇതാണ് ഡെർബാക്കോയുടെ തന്നെ നമ്മുടെ നിയാസിനമൈഡും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ള ഈ സെറമാണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ആഡൊക്കെ കാണുന്നതാണല്ലോ. ഇതൊക്കെ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം, അതായത് വൈറ്റമിൻ സി ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് വൈറ്റമിൻ സി തന്നെ ഞാൻ രാവിലെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ്റെ ഇതാണ്. ഇതിനെപ്പറ്റി ഞാൻ വലുതായിട്ട് പറയുന്നില്ല, കാരണം ഈ സൺസ്ക്രീൻ ഞാൻ മിക്കപ്പോഴും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മാറ്റി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. ഇന്നിപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു മന്ത് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങുന്ന വേറെ ആയിരിക്കും. ഞാൻ സെർച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ലതിലോട്ട് പോകും ഞാൻ, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീനിൻ്റെ കാര്യത്തിലൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾക്ക് യോജിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം നല്ല സൺസ്ക്രീനുകളുണ്ടല്ലോ, പക്ഷേ എല്ലാം SPF 50+ ആയിരിക്കണം, അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ വൈകിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ ആ പർപ്പിൾ കുപ്പി. ഇതാണ് എനിക്ക് കമൻറ്റിൽ ചോദിച്ചത്. ഈ പർപ്പിൾ കുപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ വൈകിട്ട് മിക്കപ്പോഴും ഉപയോഗിക്കുന്ന സെറം. ഇത് നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ തന്നെ കൊളാജിൻ്റെ സെറമാണ്. ഇത് ഒക്കെ എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഫേക്ക് ഉണ്ടല്ലോ, ഒറിജിനൽ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഏതൊരു ആപ്പിൽ കയറിയാലും ഈ ഒരേ പേരുള്ള ഒരു 10-100 എണ്ണം കാണും. അപ്പം നമ്മുടെ ഒറിജിനലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് ഉറപ്പിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ്സും നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ ആപ്പ് വാങ്ങുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിൽ വീക്ക്ലി വൺസ് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഇപ്പോൾ ഇതൊക്കെ എല്ലാ ആഡിലും കാണുന്നതാണല്ലേ സ്ഥിരം. ഡീറ്റാൻ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കാണുന്നുണ്ടോ? ഇത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ ടാനും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ ചെറിയ കറുപ്പ് കണക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് ഈ ഡീറ്റാൻ്റെ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം. പിന്നെ ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൊളാജിൻ്റെ തന്നെ നൈറ്റ് റാപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇതെനിക്ക് യൂസ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഇത് ഉപയോഗിക്കാം. വീക്ക്ലി 2 തവണയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ തലയ്ക്ക് ദിവസം ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇവിടേക്ക് നല്ല ഗ്ലോ ആവും. പിന്നെ മൂക്കിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോകും. പക്ഷേ കുറച്ച് വേദന അനുഭവിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെനിക്ക് ഡോക്ടർ പ്രിഫർ ചെയ്ത സാധനമാണ്. എൻ്റെ മുഖം കുറച്ച് സെൻസിറ്റീവാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തോ കാര്യത്തിൽ ഞാൻ പോയത്. അപ്പോൾ എനിക്ക് തന്നതാണ് കലാമിൻ്റെ ലോഷൻ. ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്യും, ബോഡിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുമ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.